ഇപ്പോൾ പാനൂരിൽ ഇന്നലെ ബോംബ് സ്ഫോടനമുണ്ടായ സ്ഥലത്ത് പോലീസ് അവിടെ തെളിവെടുപ്പ് നടത്തുകയാണ്. ഒരു ആളൊഴിഞ്ഞ വീടിന്റെ ടെറസിന് മുകളിലായിരുന്നു ബോംബ് നിർമ്മാണം നടന്നിരുന്നത്. അതിനിടയിലാണ് ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടി ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ 4 പേർ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. അവിടെ പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തുകയാണ്. ഫെലിക്സ്, തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? പ്രതികളെയൊക്കെ എത്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ കസ്റ്റഡിയിലെടുത്ത 3 പേർ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒന്ന് ചെറുപറമ്പ് സ്വദേശി സബിൻലാൽ, 2 കുന്നോത്തുപറമ്പ് സ്വദേശി അതുൽ, ചെണ്ടിയാട് സ്വദേശി അരുൺ. ഈ 3 പേരുടെ അറസ്റ്റാണ് ഈ സ്ഫോടനത്തിനിടെ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. അവരുമായി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന വീട്, ഇതാണ് നിർമ്മാണത്തിലിരുന്ന വീട്. ഈ വീടിൻ്റെ ടെറസിലായിരുന്നു ബോംബ് നിർമ്മാണം നടന്നിരുന്നത്. അവിടെ ബോംബ് നിർമ്മാണം നടന്ന സംഭവത്തിൽ ആണ് ആ സ്ഫോടനം നടക്കുകയും ഒരു മരണം സംഭവിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ 3 പേരുടെ അറസ്റ്റ്. നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു 4 പേർ. ഈ 4 പേരിൽ 3 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ പാനൂർ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചെറുപറമ്പ് സ്വദേശി ഷെബിൻലാൽ, ഒപ്പം തന്നെ കുന്നോത്തുപറമ്പ് സ്വദേശി അതുൽ, ചെണ്ടിയാട് സ്വദേശി അരുൺ. ഇപ്പോൾ ഇതിൽ ഒരു പ്രതിയെയാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രതിയുമായി അന്വേഷണ സംഘം ഇവിടെ എത്തി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. അതായത് ഈ സംഭവത്തിൽ, അതായത് ഈ പ്രദേശത്ത് വെച്ചാണ് ബോംബ് സ്ഫോടനം നടന്നത്. ഇത് ആ വീടാണ്. ആ വീടിന് തൊട്ട് അപ്പുറത്തായി വലതുവശത്തായാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്നത്. അന്വേഷണ സംഘം ആ പ്രദേശത്തുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിയാണുള്ളത്. ആ പ്രതിയുമായി ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തുകയാണ്. ഇവിടെ വെച്ച് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഈ സ്ഫോടനം നടന്നത്. ഉഗ്രസ്ഫോടനമാണ് നടന്നത്. കൈവിരലടക്കം റോഡിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അത്തരത്തിൽ ഉഗ്രസ്ഫോടനം നടന്ന വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. നേരത്തെ കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ അറസ്റ്റ് ഏതായാലും ഇപ്പോൾ പാനൂർ പോലീസ് രേഖപ്പെടുത്തി. ആ പ്രതികളുമായാണ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തെത്തിക്കൊണ്ട് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുന്നത്. ഫെലിക്സ്, ഇതിൽ പാർട്ടി, അതായത് CPM സംസ്ഥാന സെക്രട്ടറി ഒക്കെ തള്ളി പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വടകര ലോക്സഭാ മണ്ഡലത്തിലും വലിയ ചർച്ചയായി മാറുന്നു. കോൺഗ്രസ് ഈ വിഷയം ഉയർത്തി തന്നെ മുന്നോട്ട് പോവുകയാണ്, UDF. അതിനിടയിൽ ഈ CPM അനുഭാവികൾ എന്നതിനപ്പുറത്തേക്ക് ഈ പ്രതികളുടെ ഒരു പശ്ചാത്തലം എന്തൊക്കെയാണ്? CPM അനുഭാവികളാണ് ഈ 3 പേരും. ഇപ്പോൾ അറസ്റ്റിലായ 3 പേരും CPM അനുഭാവികളാണ്. പക്ഷേ ഇവർക്ക് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ സംഘടനകളിൽ ഭാരവാഹിത്വമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏതായാലും വ്യക്തതയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഈ 3 പേരും ഈ പാർട്ടിയിൽ അനുഭാവികളാണ്, CPM അനുഭാവികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പാർട്ടി തള്ളിപ്പറയുമ്പോഴും CPM അനുഭാവികളായ ആളുകളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 പേരാണ്, 4 പേരെ കസ്റ്റഡിയിലെടുത്തത്. അത് 3 പേർ. ഒന്ന് ചെറുപറമ്പ് സ്വദേശി ഷെബിൻലാൽ, കുന്നോത്തുപറമ്പ് സ്വദേശി അതുൽ, ചെണ്ടിയാട് സ്വദേശി അരുൺ. ഈ 3 പേരും ഈ സംഭവ സമയത്ത് ഈ സ്ഥലത്തുണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അതായത് ഈ സ്ഫോടനം പുലർച്ചെ 1 മണിയോടുകൂടി നടക്കുന്നു. ആ സമയത്ത് ഇവിടെ 5-ലേറെ ആളുകൾ ഉണ്ട്. ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണല്ലോ സ്ഫോടനം ഉണ്ടാകുന്നത്. ഇവർ മുൻ പരിചയമുള്ള ആളുകളാണോ? മുൻപ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങളിൽ, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണോ? ഇവർക്കെതിരെ മറ്റു കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്താണ്? ഇക്കാര്യത്തിൽ, അതായത് ഇവർക്ക് തന്നെ നേരത്തെ മുൻപരിചയമുള്ളവരാണ്, നേരത്തെ തന്നെ ഇവിടെ എത്തിയവരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ സമയത്തല്ല, അതായത് നേരത്തെയും പലപ്പോഴായി ഈ വീടുകളിൽ ഇവരെത്തിയിട്ടുണ്ട്. ബോംബ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ കടന്നിട്ടുണ്ട് എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. അതായത് ഇപ്പോൾ അറസ്റ്റിലായ 3 പേർ, ഈ അറസ്റ്റിലായ 3 പേർക്കും ഈ പറയുന്ന നേരത്തെ തന്നെ മുൻപരിചയമുള്ളവരാണ്. മരിച്ച ഈ ഷെറിനുമായും ഒപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് ആശുപത്രിയിൽ കഴിയുന്ന ഷെറിനുമായും ഇവർക്ക് ബന്ധമുണ്ട്, നേരത്തെ മുൻപരിചയമുണ്ട്. അതുതന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന 3 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരിൽ ഒരാളെ ഇവിടെ എത്തിച്ചുകൊണ്ടാണ് തെളിവെടുപ്പ് നടത്തുന്നത്. അതായത് ഈ വീടിൻ്റെ ടെറസിന് സമീപത്തായും ടെറസിന് മുകളിലായും ഒപ്പം തന്നെ ഈ പറമ്പിലായും, അതായത് ഈ പരിസരങ്ങളിലുമായൊക്കെ തന്നെ ബോംബ് നിർമ്മാണം നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീടിന് തൊട്ടപ്പുറത്ത് ക്വാറിയുണ്ട്.
അവിടെ അടക്കം ബോംബ് നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. നേരത്തെ തന്നെ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ 4 പേരെ കസ്റ്റഡിയിലെടുത്തവരിൽ 3 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ പാനൂർ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഒരു പ്രതിയുമായി സ്ഥലത്തെത്തിച്ചാണല്ലോ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്? സാധാരണ പ്രതികളെ എല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഒരാളെ മാത്രം ഒറ്റയ്ക്ക് മറ്റുള്ളവരെ വീണ്ടും കൊണ്ടുവരും? എങ്ങനെയാണ് ആ ഒരു രീതി? എന്തുകൊണ്ട്? അതെങ്ങനെ? 3 പേരിൽ ഒരാളെയാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ശേഷിക്കുന്ന 2 പേരെയും അവരുടെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് തെളിവെടുപ്പിനായി എത്തിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരാളുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. 3 പേരുടെ അറസ്റ്റ് മാത്രമാണുള്ളത്. 4 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഏതായാലും അല്പസമയത്തിനകം മുഴുവൻ പ്രതികളെയും അറസ്റ്റിലായ ബാക്കി 2 പ്രതികളെയും ഇവിടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ് ഒരു അറസ്റ്റിലേക്ക് കടക്കുക എന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതനുസരിച്ച് ഇപ്പോൾ അറസ്റ്റിലായ ആളുകൾക്കടക്കം ഈ പറയുന്ന ബന്ധമുണ്ട്. അതായത് കൃത്യമായി CPM അനുഭാവികളാണ് എന്ന വിവരവും ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇവിടെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരു പ്രതിയുമായുള്ള തെളിവെടുപ്പാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 പേരാണ് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുന്നു. പാനൂരിൽ ബോംബ് നിർമ്മാണം നടന്നിരിക്കുന്ന സ്ഥലത്ത് പ്രതിയുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഫെലിക്സ്, ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ മാറാൻ പോവുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം തീർത്തും പ്രതിരോധത്തിലേക്ക് CPM ആകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നുണ്ട്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കും. സമാനമായി തന്നെ കണ്ണൂരും മറ്റിടങ്ങളിലുമൊക്കെയും CPM-ന്റെ അക്രമ രാഷ്ട്രീയം ഉയർത്തി പറയുന്ന തരത്തിലേക്ക്, അതിന് തെളിവായി ഒക്കെ ചൂണ്ടിക്കാണിക്കാവുന്ന തരത്തിലേക്ക് ഈ വിഷയം മാറുകയാണ്. അപ്പോൾ ഏതു തരത്തിൽ ഇപ്പോൾ തന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നു പോലീസിൽ വിശ്വാസമില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. അത്തരത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് UDF രംഗത്തെത്തുന്നു. എങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയപരമായി ഉയരുന്നത്? അതുകൂടി തീർച്ചയായും, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തിരിക്കെ വടകര പോലെ വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് ബോംബ് നിർമ്മാണം നടക്കുകയും അതിൽ പൊട്ടിത്തെറിയിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്യുമ്പോൾ തീർച്ചയായും രാഷ്ട്രീയമായി അത് വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ തന്നെ UDF-ഉം BJP-യും അക്കാര്യം ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ പാനൂർ ടൗണിൽ ഇത്തരമൊരു പ്രതിഷേധ, അതായത് സമാധാന സന്ദേശ യാത്ര എന്ന രീതിയിലൊരു മാർച്ച് അടക്കം നടത്തിയത്. അതിൽ തന്നെ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇങ്ങനെ TP ചന്ദ്രശേഖരൻ്റെ വധമടക്കം ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF മുന്നോട്ട് പോകുന്നത്. ആ സമയത്താണ് വീണ്ടും ഒരു സ്ഫോടനം, അതിൽ ഒരാൾ മരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ആ പശ്ചാത്തലത്തിൽ വീണ്ടും ഈ വിഷയം കൂടുതൽ ചർച്ചയാക്കാൻ തന്നെയാണ് UDF-ൻ്റെയും BJP-യുടെയും തീരുമാനം. പ്രത്യേകിച്ചും ഇത്തവണ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥി എത്തുന്നത് വാശിയേറിയ മത്സരത്തിലേക്ക് വടകര പോകുമ്പോൾ ഈ വിഷയമടക്കം വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നേതൃത്വം ചെയ്യുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള എത്രമാത്രം CPM-ന് പ്രതിരോധിക്കാനാകും ഈ വിഷയത്തിൽ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. പ്രത്യേകിച്ച് അറസ്റ്റിലായിരിക്കുന്നവരൊക്കെയും CPM അനുഭാവികളാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടി. എന്തായാലും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാക്കി തന്നെ കോൺഗ്രസ് UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രതികളെ സ്ഥലത്ത് എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ്, ഒരു പ്രതിയെ സ്ഥലത്ത് എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെലിക്സ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.